ഞങ്ങൾ നേരെ ഈ ചാനലുകാരെല്ലാം കണ്ടതാണ്. പിണറായിയുടെ ഡ്രൈവറെ കൊണ്ടുവച്ചിട്ട് പിണറായിയുടെ അനുയായിയുടെ ഡ്രൈവറെ കൊണ്ട് വെള്ളം ജലബിരങ്കി അടുപ്പിച്ച് സ്ത്രീകളെ ഓടിക്കാത്ത ഓടിരേ, അങ്ങനെയൊക്കെ ഓടിരേ. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി പറയണം. പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് മറുപടി പറയണം. ജലബീരങ്കി അടുപ്പിച്ച് സ്ത്രീകളെ തല്ലിയിട്ട് കൊല്ലാൻ നോക്കിയ ഇതിന് മറുപടി പറയണം. അന്ന് ഇവര് അമിതമായി വെള്ളം തെറിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിത, നിങ്ങളെല്ലാവരും വ്യത്യാസം പത്ര റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. അവര് ഒറ്റയ്ക്കായിപ്പോയി. ഈ വെള്ളം ഹൈ സ്പീഡിൽ അടിച്ച് അവർ തെറിച്ച് റോഡിൽ വീണു. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവരെയും കൊണ്ട് നിന്നിരുന്നു. ഞങ്ങൾ അതൊരു വലിയൊരു സംഭവത്തിലോട്ട് ഞങ്ങൾ പോയില്ല, കുറച്ച് മര്യാദ കാണിച്ചു. ഇന്ന് സാധാരണ ഒരു പ്രതിഷേധം നടത്താനുള്ള അവകാശം മഹിളാ കോൺഗ്രസിന് ഇല്ലേ? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാളായി പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം ചെയ്യുന്നു. എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്താ ഞങ്ങൾക്ക് സമാധാനപരമായ ഒരു മാർച്ച് നടത്താനുള്ള അവകാശം ഇവിടെ ഇല്ലേ? മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടോ ഇല്ലയോ? ഈ അസമയത്ത് ഇത്രയും വെള്ളം ഞങ്ങളെയൊക്കെ തെറിപ്പിച്ചതിന്റെ കാര്യം എന്താ? ഇതാരാ ഇത് ചോദിക്കാൻ? ഈ പോലീസിന്റെ നടപടി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് വളരെ ഇരട്ടച്ചങ്കനാണെന്ന് എവർ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയന്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇത്തവണത്തെ പോലീസ്, ആഭ്യന്തര വകുപ്പും പോലീസും. തികഞ്ഞ പരാജയം. സ്ത്രീപക്ഷത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ വരികയും ഇവിടെ ആകെ 30 സ്ത്രീകൾ വന്ന് ജനാധിപത്യപരമായി ഒരു സമരം നടത്തി. അതിനെ അടിച്ചമർത്താൻ നിൽക്കുകയാണ്. അങ്ങനെ എന്നും മഹിളാ കോൺഗ്രസിനെ അടിച്ചമർത്താനൊന്നും പിണറായി വിജയന്റെ പോലീസ് വളർന്നിട്ടില്ല. ഞങ്ങൾ വലിയ സമരങ്ങളുമായി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന അധ്യക്ഷയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകും. ഇത് പ്രഖ്യാപനമാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പ്രസിഡന്റ് സാഹസ് യാത്രയിലാണ്. ഉടനെ ഈ സെക്രട്ടേറിയറ്റിൽ കിടക്കുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന ഞങ്ങളെ ഒരു ഡ്രൈവർ പറഞ്ഞാൽ കേൾക്കാത്ത ഇവിടത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്റെ ചോദ്യം. ഒരു ഡ്രൈവർ നിങ്ങൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യും? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. കേരള പോലീസിനോട്ട് ഞാനും 10-25 വർഷം കൊണ്ട് ജനപ്രതിനിധിക്കുന്ന ഒരാളാണ്. ഈ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങള് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ഡ്രൈവറെ വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും? നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? പോലീസിനോടാണ്